അച്ഛനോടെ പോയി? ദാ ഇപ്പൊ പോയതേ ഉള്ളൂ. പോവേ? എങ്ങട്? ഗൗരിയടുത്ത് നന്ദേട്ടനും വന്നിരുന്നു. ഓ, അപ്പോ അച്ഛനെ? അതെ, അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അനിയത്തിക്ക് വേണ്ടി ഇനി തറവാട് ഇടിച്ചു നിർത്തി കുളം തോണ്ടണമെന്നും പറയാ അയാള്. എന്തിനാ വേണോട്ടെ വെറുതെ വഴക്കിനൊക്കെ പോണത്? വേണ്ട, ഉപദേശങ്ങളൊന്നും വേണ്ട. തന്റെ ഉപദേശങ്ങൾ ധാരാളം കേട്ടിരിക്കണു ഞാൻ. താൻ എന്നോട് എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. സഹിക്കണം, ക്ഷമിക്കണം എന്നൊക്കെയല്ലേ? താനാ എന്നെ നിലയിലെത്തിച്ച്. അല്ലെന്ന് പറയാൻ പറ്റുമോ എനിക്ക്? ഞാൻ വേണ്ട, ഒന്നും പറയണ്ട. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. എവിടെ നന്ദോപാൽ IAS? എന്റെ ജീവിതം തുലയ്ക്കാൻ ഒരുങ്ങി പുറപ്പെട്ട ജീനിയസ്. സന്തോഷമായില്ലേ ഇപ്പോ? സന്തോഷമല്ല, സമാധാനം. നിങ്ങൾ ഒരുത്തനെതിരൊക്കെ കാരണം നിങ്ങളുടെ സ്വാർത്ഥത. നീ എന്തൊക്കെയാ വേണു ഈ പറയുന്നേ? ഞാൻ പറയുന്നതിലാണ് കുറ്റം, നിങ്ങൾ പ്രവർത്തിക്കുന്നതിലല്ല. ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. ഐ ഹാവ് എൻ ഇമ്പോർട്ടന്റ് മീറ്റിംഗ്. നീ ഇവിടെ ഇരിക്കെ, സമാധാനമായിട്ട് സംസാരിക്കാം. ഓ, നിങ്ങൾക്ക് മാത്രം മീറ്റിംഗ്, നിങ്ങൾക്ക് മാത്രം തിരക്ക്, എല്ലാം നിങ്ങൾക്ക്. ഞങ്ങളൊക്കെ ചെറ്റകളാണല്ലോ അല്ലേ? വേണു, ലോകത്തിൽ വേറെ ആർക്ക് അനീത്തിമാരില്ലല്ലോ. ആദ്യം അനീത്തിന്റെ പേരും പറഞ്ഞ് എന്റെ ഏടത്തി അടിമയാക്കി, പിന്നെ എന്നെ, ഇപ്പൊ ഞങ്ങളുടെ അച്ഛനെ. എന്നെ ആരും നിർബന്ധിച്ചു കൊടുക്കണമല്ല. കുറച്ചു ദിവസം ഇവിടെ നിൽക്കാമെന്ന് ഞാനാ പറഞ്ഞത്. പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ട്. നന്ദേട്ടാ, എന്നും മന്ദിരത്തിൽ കൊളുത്താറുള്ള ഒരു അസ്ഥിത്തറ ഉണ്ട് അവിടെ. എന്റെ അമ്മയുടെ അസ്ഥിത്തറ. അത് നിങ്ങൾ പനാതാക്കിയില്ലേ? വേണു, കുറച്ചു ദിവസം കൂടെ ക്ഷമിക്കണ്ടോ? ഇത് നിങ്ങളുടെ വീടാണ്. ഞാനും ഗൗരി ഇനി ഇവിടെ ഉണ്ടാവില്ല. ഓ, ഈ മണിമാളി കണ്ട് ഞാനങ്ങ് മയങ്ങിന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? അനാവശ്യമായ കോപം കൊണ്ട് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് നിനക്ക്. ഇപ്പൊ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഭ്രാന്ത് എനിക്കല്ല, നിങ്ങളുടെ നിൽക്കുന്ന പെണ്ണുണ്ടല്ലോ അവൾക്കാ ഭ്രാന്ത്. അതും സ്വയം ഉണ്ടായതല്ല, നിങ്ങൾ ഒരുത്തൻ ഉണ്ടാക്കി വെച്ചതാ. സ്വാർത്ഥത കൊണ്ട് ഒക്കെ സ്വന്തം ചെറുകിന്റെ കീഴിൽ വെച്ച് മേങ്ങി നടക്കണമല്ലോ നിങ്ങൾക്ക്. വേണു, നീ ആരോട് സംസാരിക്കുന്നെന്നറിയോ? അറിയാം, എന്റെ ഏടത്തിയുടെ ഭർത്താവിനോട്, വലിയ IAS കാരനോട്. അതുമല്ല, നിരൂപകൻ, കാർട്ടൂണിസ്റ്റ്, കവി, ക്രാന്തദർശി. വേണു, പേടിപ്പിക്കണ്ട. ഞാൻ എന്റെ ഭാര്യമാളെ വിളിച്ചോണ്ടവനെ വന്ന്. നിന്റെ ഇഷ്ടത്തിന് നിനക്ക് തോന്നിയ പോലെ ജീവിക്കാൻ എന്റെ അനിയത്തെ ഞാൻ വിട്ടുതരില്ല. നിങ്ങൾ വിട്ടു തരണ്ട. അല്ലാതെ തന്നെ അവളെ കൊണ്ടുവരാൻ എനിക്കറിയാം. മാന്യമായി പോറ്റാനും അറിയാം. പട്ടുമത്തെ മണിമാളികയാണ് ജീവിതം എന്ന് കരുതുന്ന നിങ്ങൾ ഒരു വിഡ്ഢിയാണ്. IAS കാരനല്ലെങ്കിലും അഭിമാനത്തോടുകൂടി ജീവിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്.